ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിൽ വലിയ പ്രതിഷേധങ്ങളാണ് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഉണ്ടായത്. പലരും ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. നെയ്മറുടെ ആരാധകർ വന്നു, അതുപോലെ തന്നെ മുൻ താരങ്ങൾ വന്നു, ഫുട്ബോൾ നിരീക്ഷകർ വന്നു, ഇൻഫ്ലുവൻസർമാർ വന്നു. അങ്ങനെ ഒരുപാട് പേർ ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. നെയ്മർക്ക് വേണ്ടി വലിയ ഒരു ക്യാമ്പയിൻ തന്നെ നടന്നിരുന്നു. ഈ ക്യാമ്പയിൻ CBFനെയും അതുപോലെ തന്നെ കാർലോ ആഞ്ചലോട്ടിയെയും ചൊടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നെയ്മറെ ഇനി വിളിച്ചേക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ കാർലോ ആഞ്ചലോട്ടി ഇതിനോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ അത് താൻ കാണുന്നുണ്ട്, അതെല്ലാം താൻ നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറെ വിളിക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ അത് ഞാൻ കാണുന്നുണ്ട്, എല്ലാം ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കുക എന്ന റോൾ എനിക്കാണ് ഉള്ളത്. ഇതെല്ലാം നോർമലാണ്. ഫുട്ബോളിൽ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒരു കൃത്യമായ സയൻസ് ഫുട്ബോളിൽ ഇല്ല. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉള്ളതുപോലെ എനിക്കും എൻ്റേതായ അഭിപ്രായമുണ്ട്. ഇതാണ് ബ്രസീലിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് തൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചുകൊണ്ടാണ് നെയ്മറെ ഒഴിവാക്കിയത്, അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ശക്തമായ ഒരു ക്യാമ്പയിൻ തന്നെയാണ് നെയ്മർ ജൂനിയർക്ക് വേണ്ടി ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തെ എന്തായാലും വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് പല പ്രമുഖരും ഇപ്പോൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.